ഹലോ നമസ്കാരം, രഞ്ജിത്ത്. അങ്ങനെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പുകൾക്ക് ശേഷം പ്രിയങ്ക ഗാന്ധി അതാ ഒരു ഇലക്ഷനിൽ മത്സരിക്കാൻ പോകുന്നു. അതും വേറെ എവിടെയോ അല്ല, വയനാട്ടിൽ. എന്തായിരിക്കും ഇത്രയും കാലങ്ങൾക്ക് ശേഷം? അതായത് 2004 അമ്മയുടെ പ്രചാരണത്തിന് ഇറങ്ങി ചെറിയ രീതിയിലൊക്കെ പൊളിറ്റിക്സ് ആരംഭിച്ചതാണ് പ്രിയങ്ക ഗാന്ധി. ഒരുപാട് ആളുകളുടെ ഭാഗത്ത് നിന്ന് ശക്തമായിട്ടുള്ള സമ്മർദ്ദം ഉണ്ടായിട്ടും ഇത്രയും നാള് കൃത്യമായി പൊളിറ്റിക്സിൽ ഇൻവോൾവ് ആയിരുന്നില്ല എന്നുള്ളതാണ് സത്യം. 2019 വളരെ ഫോമലായി പൊളിറ്റിക്സിലേക്ക് പ്രിയങ്ക ഗാന്ധി എൻ്റർ ചെയ്യുന്നത്. ഈ പ്രിയങ്കയും രാഹുലും ഒക്കെ വരുന്നതിന് മുമ്പ് പൊതുവെ ആളുകളുടെ ഇടയിൽ ഒരു സംസാരം ഉണ്ടായിരുന്നത് പ്രിയങ്ക ഗാന്ധി ആയിരിക്കും മിക്കവാറും അടുത്ത ഒരു സക്സസർ ആയിട്ട് വരുന്നത്. കാരണം ലുക്കൊക്കെ ഏകദേശം ഇന്ദിരാഗാന്ധിയുടെ പോലെയുണ്ട്. അപ്പൊ പ്രിയങ്ക വളരെ സ്ട്രോങ് ആണ്, ബോൾഡ് ആണ് എന്നുള്ള സംസാരമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പല കാരണങ്ങൾ കൊണ്ടാവാം, പുള്ളിക്കാരിയുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ഇല്ലായ്മ കൊണ്ടായിരിക്കാം, അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല. അവർ പൊളിറ്റിക്സിലേക്ക് ആക്റ്റീവായിട്ട് ഇറങ്ങിയില്ല. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയുമാണ് പിന്നീട്, രാഹുൽ ഗാന്ധി പോലും വലിയ താല്പര്യത്തോടു കൂടിയല്ല ഇറങ്ങി വന്നത്. 2019 ആയപ്പോഴേക്കും എനിക്ക് തോന്നുന്നു പ്രിയങ്കയുടെ മറ്റുള്ള ഉത്തരവാദിത്തങ്ങൾ, ഫാമിലിപരമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളൊക്കെ കഴിഞ്ഞ് സാധാരണ ആളുകൾ ഒന്ന് സെറ്റിൽ ആവുന്ന സമയമുണ്ടല്ലോ, ആ സെറ്റിൽ ആവുന്ന സമയത്തേക്കാണ് ആൾ വളരെ കംഫർട്ടബിൾ ആയിട്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് 2019 പൊളിറ്റിക്സിലേക്ക് വരുന്നത്. ഉത്തർപ്രദേശിന്റെ ചുമതലയാണ്, അതായത് ഈസ്റ്റേൺ സൈഡ് ഓഫ് ഉത്തർപ്രദേശിന്റെ ചുമതലയാണ് അന്ന് കൊടുത്തിരുന്നത്. പക്ഷെ നമുക്കറിയാം 2019 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഒന്ന് അട്ടി മുട്ടി പൊട്ടുക എന്നൊക്കെ പറയുന്ന രീതിയിൽ അങ്ങനെ തകർന്നടിഞ്ഞു പോയി. ജീവിതത്തിൽ ഇല്ലാത്ത വണ്ണം, ഇതുവരെ കാണാത്ത വണ്ണം കോൺഗ്രസ് ഇല്ലാതായി പോയ തെരഞ്ഞെടുപ്പാണ്. അതായത് പ്രിയങ്ക ഗാന്ധി ഒരു ചുമതല ഏറ്റെടുക്കുന്നു, അതിനുശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഒന്നുമല്ലാതായി പോകുന്നു. ചുരുക്കി പറഞ്ഞാൽ പ്രിയങ്കയുടെ രാഷ്ട്രീയത്തിലേക്കുള്ള എൻട്രി തന്നെ ഒരു ദുശകനം പോലെ ആളുകൾക്ക് ഒരുപക്ഷെ തോന്നിക്കാണും, അല്ലെങ്കിൽ വ്യാഖ്യാനിക്കപ്പെട്ട് കാണും. ചുരുക്കി പറഞ്ഞാൽ പ്രിയങ്ക രാഷ്ട്രീയത്തിൽ വന്നതിന് ശേഷം പ്രത്യേകിച്ച് ഒന്നും തന്നെ നല്ല കാര്യങ്ങൾ കോൺഗ്രസിന് സംഭവിച്ചില്ല എന്ന് വേണം കരുതാൻ. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ഒരു ഇലക്ട്രൽ പൊളിറ്റിക്സിലേക്ക് വരുന്ന കാര്യത്തിൽ നല്ല കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കാണും. അതേസമയം 2024 കോൺഗ്രസ് പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു മുന്നേറ്റവും മൊത്തത്തിലുള്ള ഒരു പോസിറ്റീവ് വൈബും ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോ രാഹുൽ ഗാന്ധി വയനാട് കഴിഞ്ഞ തവണ റെപ്രസെന്റ് ചെയ്തതാണ്. റായ്ബറേലി 100% ഉറപ്പൊന്നും ഇത്തവണ ജയിക്കുമോ എന്നുള്ളത് അവർക്ക് തന്നെ ഉണ്ടായിരുന്നില്ല. റായ്ബറേലി ജയിച്ചപ്പോൾ ഇനിയിപ്പോൾ അത് വിട്ടുകളയുക എന്ന് പറയുന്നത് ആത്മഹത്യാപരമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വയനാട് ഒരു ഉറച്ച സീറ്റ് എന്നുള്ള രീതിയിൽ തീർച്ചയായിട്ടും വേണമെങ്കിൽ ഉപേക്ഷിക്കാവുന്നതാണ്. അങ്ങനെ ഉപേക്ഷിച്ചു പോയാൽ തീർച്ചയായിട്ടും ഒരു ബാഡ് ഇമേജ് ആയിരിക്കും രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും സംസ്ഥാന രാഷ്ട്രീയത്തിലും ഒക്കെ ഉണ്ടാവുന്നത്. അപ്പൊ അതുകൊണ്ട് രാഹുൽ ഗാന്ധിയെ തന്നെ, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ പോലെ തന്നെ ഒരാളെ കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഏറ്റവും ആദ്യമായി പ്രിയങ്ക ഗാന്ധി ഇവിടേക്ക് വരുന്നത്. ഒരു സംശയം വേണ്ട. അപ്പൊ രാഹുൽ ഗാന്ധിക്ക് ആര് റീപ്ലേസ്മെന്റ് ഉണ്ട് എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരമാണ് പ്രിയങ്ക ഗാന്ധി. പ്രിയങ്ക ഗാന്ധിക്കാണെങ്കിൽ പൊളിറ്റിക്സിലേക്ക് എൻ്റർ ചെയ്യാനുള്ള റൈറ്റ് ടൈമാണ്. ഈ റൈറ്റ് ടൈമിൽ ഏത് മണ്ഡലത്തിൽ മത്സരിക്കുമെന്ന് ചോദിച്ചാൽ പ്രിയങ്ക ഗാന്ധിക്കും 100% ഉറപ്പുള്ള ഒരു മണ്ഡലം കാണിക്കാൻ പറഞ്ഞാൽ അത് വയനാട് തന്നെയായിരിക്കും. അപ്പോൾ വയനാട് ആ രീതിയിലും അവർക്ക് യൂസ്ഫുൾ ആണ്. സത്യം പറഞ്ഞാൽ ഇതിനൊരു ലോങ് ടേം ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ കോൺഗ്രസ് ആയതുകൊണ്ട് തന്നെ എത്രമാത്രം പ്ലാൻ ചെയ്തിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. പക്ഷേ മോഡി കഴിഞ്ഞാൽ ആര് എന്നുള്ള വലിയ ചോദ്യം BJP-യിൽ ഉണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. കാരണം ഇന്ന് ഉള്ള ഈ തരംഗത്തിനെ BJP തരംഗം എന്നുള്ളതിനേക്കാൾ കൂടുതൽ മോഡി തരംഗം എന്നാണ് വിശേഷിപ്പിക്കാൻ സാധിക്കുക. കാരണം മോഡിയുടെ ഒരു പേഴ്സണൽ ബ്രാൻഡ് ഇമേജും അദ്ദേഹത്തിന്റെ ആ ഒരു ഔട്ട്ലുക്കും എല്ലാമാണ് തീർച്ചയായിട്ടും BJP ഒരുപാട് മുന്നേറാൻ സഹായിച്ചിട്ടുള്ളത്. ഈ ഒരു ടേം കൂടി കഴിഞ്ഞാൽ ഒരുപക്ഷെ മോഡി ഉണ്ടാകുമോ, മോഡി ശക്തമായി രംഗത്ത് ഉണ്ടാകുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അടുത്ത ഒരു തെരഞ്ഞെടുപ്പിലേക്ക് കോൺഗ്രസിന് കാത്തുവെക്കാൻ പറ്റുന്ന ഒരു വജ്രായുധമായി പ്രിയങ്കയെ വളർത്തിയെടുക്കാൻ, പ്രത്യേകിച്ചും ഇലക്ട്രൽ പൊളിറ്റിക്സിലൂടെ വന്ന് ഒരു MP ആയി വളർത്തിയെടുക്കാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കോൺഗ്രസിന് ലീഡർഷിപ്പ് ഇല്ല എന്നുള്ള ഒരു കൺഫ്യൂഷൻ മാറിക്കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം രാഹുൽ ഗാന്ധി വളരെ അഗ്രസീവ് ആയിട്ടുള്ള ഒരു ലീഡർ അല്ല. അദ്ദേഹം വളരെ സൗമ്യനായി, വളരെ സൈലന്റ് ആയി വർക്ക് ചെയ്യുന്ന ഒരു ലീഡറാണ്. അതേസമയം കുറച്ചുകൂടി വോറഷ്യസ് ആയിട്ടുള്ള ഒരു ലീഡറായിട്ട് പ്രിയങ്ക ഗാന്ധിക്ക് മാറാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് ഒരു സ്ട്രക്ചർ ഇല്ല, ലീഡർ ഇല്ല എന്നുള്ള പ്രശ്നങ്ങൾ അവിടെ അവസാനിക്കുന്നു. കോൺഗ്രസിന്റെ യൂത്തിന്റെ ഒരു പ്രതിനിധിയായി മാറുന്നു. അതുപോലെ തന്നെ വിമണിന്റെ ഒരു പ്രതിനിധിയാവുന്നു. കാരണം വനിതകൾക്ക് വേണ്ടിയുള്ള ഒരുപാട് ഇനീഷ്യേറ്റീവ്സ് കഴിഞ്ഞ 5 വർഷങ്ങളായി ഉത്തർപ്രദേശിലും ചുറ്റുമുള്ള ഭാഗങ്ങളിലും ഒക്കെ പ്രിയങ്ക ഗാന്ധി നയിക്കുന്നുണ്ട്. അത് കുറച്ചുകൂടി ആളുകളിലേക്ക് എത്തിക്കാനും കൂടുതൽ സ്ത്രീകളെ കോൺഗ്രസിന്റെ ഒപ്പം എത്തിക്കാനും പ്രിയങ്ക ഗാന്ധിക്ക് ഒരുപക്ഷെ കഴിഞ്ഞേക്കാം. മാത്രമല്ല കോൺഗ്രസിന്റെ ആ ഒരു ലീഡർഷിപ്പ് നെഹ്റു കുടുംബത്തിന്റെ ഒപ്പം തന്നെ വളരെ സ്ട്രോങ് ആയി നിലനിർത്താനും ഒരുപക്ഷെ പ്രിയങ്ക ഗാന്ധി ലോങ് ടൈമിൽ പ്ലാൻ ചെയ്യുന്നുണ്ടാകും എന്നെനിക്ക് തോന്നുന്നു. മാത്രമല്ല മറ്റുള്ള ആര് വന്നു നിന്നാലും അംഗീകരിക്കാത്ത അത്ര തരത്തിൽ വളരെ ശക്തമായ അംഗീകാരം ഇന്നും കോൺഗ്രസിന് ഇടയിൽ നെഹ്റു കുടുംബത്തിന് ഉണ്ട് എന്നുള്ളതും സത്യമാണ്. വയനാട്ടിലാണെങ്കിൽ ഒരുപക്ഷെ രാഹുൽ ഗാന്ധി ജയിച്ചതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിൽ പ്രിയങ്ക ഗാന്ധി ജയിക്കാനുള്ള സാധ്യതകളും തള്ളിക്കളയാനാകില്ല. കാരണം പ്രിയങ്കയ്ക്കുള്ള ഒരു ഇമേജ് ഇപ്പോൾ അത്യാവശ്യം മോശമില്ലാത്ത ഒരു ഇമേജ് ആണ്. എന്നാൽ ഇലക്ട്രൽ പൊളിറ്റിക്സിൽ ഒന്ന് പയറ്റി തെളിഞ്ഞിട്ടില്ല എന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ.
എന്തായാലും പ്രിയങ്ക ഗാന്ധിയുടെ വരവിനെ വളരെ ലഘുവായി കാണേണ്ടതില്ല. കാരണം വളരെ ലോങ് ടേമിലേക്ക് കോൺഗ്രസിന് വളരെ ശക്തമായ ഒരു അസറ്റ് ആവാൻ പോകുന്ന ഒരു ലീഡർ തന്നെയാണ് പ്രിയങ്ക ഗാന്ധി. പ്രിയങ്ക ഗാന്ധിയുടെ മറ്റൊരു പ്രത്യേകത വളരെ കറകളഞ്ഞ ഒരു ഇമേജ് ഇതുവരെയായിട്ടുണ്ട്. മാത്രമല്ല അത്യാവശ്യം നല്ല രീതിയിൽ സംസാരിക്കാൻ സാധിക്കുന്നുണ്ട്. ഇന്ദിരാഗാന്ധിയുടെയൊക്കെ ഒരു പ്രതിച്ഛായ കൊണ്ടുവരാനുള്ള ഈവൻ അവരുടെ ഫിസിക്കൽ അപ്പിയറൻസിലാണെങ്കിൽ പോലും അതേ ഫീല് കൊണ്ടുവരാൻ അവർക്ക് സാധിക്കുകയും സാധാരണ ജനങ്ങളെ ഇമോഷണലി കണക്ട് ചെയ്യാൻ സാധിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇത് കുറച്ചു കാലം മുൻപ് ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഒരു 10-15 വർഷം മുൻപ് പ്രിയങ്ക ഗാന്ധി വളരെ ആക്റ്റീവായി പൊളിറ്റിക്സിലേക്ക് എൻ്റർ ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ കോൺഗ്രസിന് കുറച്ചുകൂടി ശക്തമായ അടിത്തറ ബിൽഡ് ചെയ്യാൻ പറ്റുമായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വയനാട്ടിലുള്ള ഈ മത്സരം എന്തായാലും നമുക്ക് മലയാളികൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യമാണ്. ഒരിക്കലും മലയാളികൾ പ്രതീക്ഷിക്കാത്ത തരത്തിലാണ് നെഹ്റു കുടുംബം മലയാളികളിലേക്ക്, മലയാളി മണ്ണിലേക്ക് കടന്നു വരുന്നത്. എന്തായാലും രാഹുൽ ഗാന്ധി വന്നത് സ്വീകരിച്ചതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയെ മലയാളികൾ സ്വീകരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷെ അത് ഇന്ത്യ മുഴുവൻ പരക്കുന്ന ഒരു വലിയ തരംഗമായി മാറുമോ അടുത്ത 5 വർഷങ്ങളിൽ എന്ന് തന്നെയാണ് അറിയേണ്ടത്. അത്ര എളുപ്പമൊന്നുമല്ല. കാരണം വളരെ ശക്തമായിട്ടുള്ള വേരോട്ടം BJPയും മറ്റുള്ള പല പാർട്ടികളും എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. കോൺഗ്രസിന്റെ റൂട്ട്സ് പല സ്ഥലങ്ങളിലും ഇല്ലാതായിട്ടുണ്ട്. അതിന് റിവൈവ് ചെയ്യുക എന്നുള്ള ശ്രമകരമായ ദൗത്യമാണ് ഒരു ലീഡർഷിപ്പിലേക്ക് വരുന്നതിലൂടെ പ്രിയങ്ക ഗാന്ധി ഏറ്റെടുക്കുന്നത്. എന്തായാലും ഇതൊരു ഹ്യൂജ് ഓപ്പർച്യൂണിറ്റിയാണ് പ്രിയങ്ക ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം. കാരണം ഒരു വലിയ ജയത്തോട് തന്നെ തുടങ്ങുക എന്നുള്ളത് വലിയ കോൺഫിഡൻസിന്റെ ഒരു ഭാഗം തന്നെയാണ്. എന്തായാലും പ്രിയങ്ക ഗാന്ധി, ഓൾ ദ ബെസ്റ്റ്. വലിയ മാറ്റങ്ങൾക്ക് താങ്കളുടെ ഈ ലീഡർഷിപ്പും താങ്കളുടെ ഈ ഇനീഷ്യേറ്റീവും താങ്കളുടെ ഇലക്ട്രൽ പൊളിറ്റിക്സും കാരണമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്.